അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞത്. പാർട്ടി നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പരിപാടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ അതിലേക്ക് പോകാം. ഈ സമരത്തിന് പിന്തുണയായി വരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി എത്തിയിരിക്കുന്നു പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ. പ്രവർത്തകരോട് സംസാരിച്ച ശേഷം CPM സംസ്ഥാന സെക്രട്ടറി മടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. വൈസ് ചാൻസലറുടെ തെറ്റായ നിലപാടാണ്, കോടതി പോലും ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. അപ്പോ വൈസ് ചാൻസലറുടെ തെറ്റായ നിലപാടിനെതിരായ സമരം എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി മാധ്യമങ്ങളോട് വിശദീകരിക്കും അദ്ദേഹം. യൂണിവേഴ്സിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പുറത്തുണ്ട്. അവർ സമരവുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ സമരം ശക്തിയായിട്ട് ഇനിയും തുടരും. ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നതല്ല സമരം, ഇനിയും തുടരും. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രോ വൈസ് ചാൻസലർക്കും വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം. തോന്നിയ പോലെ എന്ത് തോന്നിയാസം കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സമരത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് പാർട്ടി സെക്രട്ടറി മടങ്ങുകയാണ്. അതൊരു സന്ദേശമാണ്. ഇത് CPM ഗൗരവത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനിരിക്കുന്ന സമരം, അതിൽ ഒരു ഇടർച്ചയും ഉണ്ടാകില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് പാർട്ടി സെക്രട്ടറി എത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മടങ്ങിയിരിക്കുന്നത്. റോഷിപാൽ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാനെത്തി അവരോട് സംസാരിച്ച ശേഷം മടങ്ങിയിരിക്കുന്നു. ഇനി പ്രതിഷേധം ഇങ്ങനെ തുടരുക എന്നതാണോ? അതിലൊരു കൃത്യമായ നിർദ്ദേശം, ഒരു ഉപദേശം ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന്. സ്മൃതി, തീർച്ചയായും കേരള സർവകലാശാല ആസ്ഥാനത്ത് ഏതാണ്ട് 1 മണിക്ക് തുടങ്ങിയ SFIയുടെ പ്രതിഷേധം അത് ആസ്ഥാനം കൈയടക്കി പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അത് കൈവിടുന്ന സാഹചര്യത്തിൽ കൂടിയാകാം ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ നേരിട്ടെത്തി SFIയുടെ സംസ്ഥാന നേതാക്കൾ ശിവപ്രസാദ്, സജീവ് അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തി മടങ്ങിയത്. സർവകലാശാല വൈസ് ചാൻസലർ നമ്മൾ കണ്ടതാണ്. വൈസ് ചാൻസലറുടെ തെറ്റായ നടപടിക്കെതിരെയുള്ള പ്രതിഷേധം ഇനിയും തുടരുമെന്ന പ്രഖ്യാപനമാണ് സർവകലാശാല ആസ്ഥാനത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നതല്ല, അതിവിടെ തുടരും. പക്ഷേ ഒരുപക്ഷെ ഈ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങാനുള്ള നിർദ്ദേശമായിരിക്കാം നൽകിയത്. അല്പസമയത്തിന് തന്നെ ശിവപ്രസാദ് അടക്കം സംസാരിക്കുന്നുണ്ട്. പ്രവർത്തകർ ഇവിടെ പടിക്കെട്ടിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ശിവപ്രസാദ് ഇപ്പോൾ അല്പസമയത്തിന് തന്നെ സംസാരിക്കുമ്പോൾ ഇനി തുടർ നടപടികൾ എന്താണെന്ന് വ്യക്തമാകും. ഏതായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ 1 മണിക്കൂറായി നമ്മൾ സർവകലാശാല ആസ്ഥാനത്ത് കണ്ടത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും തുടരുന്നത്. പ്രതിഷേധം തുടരുകയാണ്.
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അവനെന്ത് നന്ദൻ 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 എവിടെ നന്ദൻ 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 നന്ദനിങ്ങോ നന്ദൻ നന്ദൻ എവിടെ ഇങ്ങോ അവനെയും കയറ്റി നന്ദനെ കയറ്റിവിട് ആര്യോടെ ഷിപ്പിലോട്ട് നമുക്ക് ഷിപ്പിലേക്ക് നന്ദൻ എവിടെ നന്ദൻ വാ ഇങ്ങ് കയറുവാ നന്ദനെ കയറ്റിവിട് കാർത്തിക് നന്ദനെ CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ SFI പ്രവർത്തകരെ യൂണിവേഴ്സിറ്റി വളപ്പിനകത്ത് കയറി തന്നെ കണ്ട് സംസാരിച്ചു മടങ്ങിയിരിക്കുകയാണ്. വൈസ് ചാൻസലറുടെ നിലപാടുകൾക്ക് തെറ്റായ നിലപാടുകൾക്കെതിരായ ശക്തമായ പ്രതിഷേധം എന്ന് തന്നെയാണ് പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രവർത്തകരുടെ SFI പ്രവർത്തകരുടെ സമരത്തിന്റെ സ്വഭാവം എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ദീർഘനേരമായി 2.5 മണിക്കൂറായി തുടരുന്ന സമരമാണ്. അകത്തേക്ക് പല വഴിയിലൂടെ കടന്നു കയറി വൈസ് ചാൻസലറുടെ ചേംബറിൽ വരെ എത്തിയ പ്രതിഷേധം പോലീസ് പ്രവർത്തകരെ പതുക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടയിൽ കൂടുതൽ പ്രവർത്തകർ താഴേക്കിറങ്ങി